ഹലോ എവരി വൺ. ഇന്ന് ഡിസംബർ 9 തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 7th ഡിസംബർ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. 7th December 2024 marks the 80th anniversary of the signing of the Convention on International Civil Aviation in Chicago, United States. For 8 decades, this defining international agreement has served as the foundation for the development of the global civil aviation system to benefit of all nations. അപ്പോൾ 7th December 2024 എന്താണ് 80th ആനിവേഴ്സറി ഓഫ് സൈനിങ് ഓഫ് കൺവെൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഇൻ ചിക്കാഗോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ച് ആ സൈനിങ് നടന്നു. ആ ഡേയുടെ ഒരു റിമംബറൻസ് ആയിട്ടാണ് ആ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ ആയിട്ട് എല്ലാ വർഷവും 7th December ഇങ്ങനെ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്ത് വരുന്നത്. പിന്നെ ഈ വർഷത്തെ തീമിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ദ തീം ഫോർ ദ ഇയർ 2024 ഇസ് സേഫ് സ്കൈസ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ together for the next 80 years as per the United Nations website. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ വെബ്സൈറ്റിലാണ് അത് കൊടുത്തിരിക്കുന്നത്, ആ തീം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ്, ക്യാബിനറ്റ് അപ്രൂവ്സ് റിതാല കുണ്ട്ലി കോറിഡോർ ഓഫ് ഡൽഹി മെട്രോ ഫേസ് 4 പ്രൊജക്റ്റ്. അപ്പോൾ ക്യാബിനറ്റ് സെൻട്രൽ ഗവൺമെൻറ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇപ്പോൾ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. റിതാല കുണ്ട്ലി കോറിഡോർ ഓഫ് ഡൽഹി മെട്രോ ഫേസ് 4 പ്രൊജക്റ്റ് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് വായിക്കാം. The Union Cabinet chaired by the Prime Minister Shri Narendra Modi has approved the Ritala Narela Nathupur Kundli corridor of the Delhi Metro's Phase 4 project, consisting of 26.463 kilometers, which will further enhance connectivity between the national capital and neighboring Haryana. The corridor is scheduled to be completed in 4 years from the date of its sanction. അപ്പോൾ എന്നാണോ സാങ്ഷൻ ചെയ്യുന്നത് അന്ന് തൊട്ടിട്ട് 4 വർഷത്തിനുള്ളിൽ അത് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവും എന്നാണ്, ആ കോറിഡോർ കംപ്ലീറ്റ് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദിസ് ലൈൻ വിൽ ബി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രസൻ്റ്ലി ഓപ്പറേഷണൽ ഷഹീദ് സ്ഥൽ ന്യൂ ബസ് അഡ ആൻഡ് റിതാല റെഡ് ലൈൻ കോറിഡോർ വിച്ച് ആൻഡ് വിൽ ബൂസ്റ്റ് കണക്ടിവിറ്റി ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്സ് ഓഫ് ദ നാഷണൽ ക്യാപിറ്റൽ ഇൻ ഏരിയാസ് സച്ച് as നരേല, ഭാവന, parts of Rohini, etc. This entire stretch will comprise of 21 stations. അപ്പോൾ ഇതിൽ ടോട്ടൽ 21 സ്റ്റേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മെട്രോൻ്റെ പ്രൊജക്റ്റ് റിതാല കുണ്ട്ലി കോറിഡോർ ഡൽഹി മെട്രോൻ്റെ ഫേസ് 4 പ്രൊജക്റ്റാണ്. പിന്നെ എ ടോട്ടൽ ഓഫ് 12 മെട്രോ ലൈൻസ് ഓഫ് അബൌട്ട് 392 കിലോമീറ്റർ വിത്ത് 288 സ്റ്റേഷൻസ് ആർ ബീയിങ് ഓപ്പറേറ്റഡ് ബൈ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഇൻ ഡൽഹി ആൻഡ് NCR present. Delhi Metro has the largest metro network in India and is also one of the largest metros in the world. അപ്പോൾ ഡൽഹി മെട്രോ ആണ് ലാർജസ്റ്റ് മെട്രോ നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലത്തെ ഏറ്റവും ലാർജസ്റ്റ് മെട്രോ നെറ്റ്വർക്ക് ഡൽഹിയാണ്. പിന്നെ പറയുന്നത് ലാർജസ്റ്റ് മെട്രോസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നു, വൺ ഓഫ് ദ ലാർജസ്റ്റ് മെട്രോസ് ഇൻ ദ വേൾഡും ഈ ഡൽഹി മെട്രോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. MHA അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അപ്രൂവ്ഡ് റിലീസ് ഓഫ് 944.8 crore rupees to Government of Tamil Nadu as a central share from the SDRF അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ അഫക്റ്റഡ് ബൈ സൈക്ലോൺ. അപ്പോൾ സൈക്ലോൺ അഫക്റ്റഡ് പീപ്പിളിനുള്ള ഒരു ദുരിതാശ്വാസം എന്ന പോലെ അത് 944.8 crore rupees ആണ് ഗവൺമെൻറ് ഓഫ് തമിഴ്നാടുവിന് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് റിലീസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഹാസ് അപ്രൂവ്ഡ് റിലീസ് ഓഫ് 944.8 crore rupees to state government of Tamil Nadu as both the installments of central share from the state disaster response fund to help the state in providing relief assistance to people affected by cyclone Fengal on 30th November 2024. Interministerial central team have been sent in cyclonic storm Fengal affected state of Tamil Nadu and Union Territory of Puducherry for an on the spot assessment of damages.
Under the leadership of Prime Minister Shri Narendra Modi and guidance of Union Home Minister Amit Shah, more than 21,718.716 crore rupees has already been released to 28 states during this year. അപ്പോൾ ഇത്രയും തുക ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തമിഴ്നാടുവിന്. ഇപ്പോൾ അത് കൂടാതെ ഫെൻഗൽ അഫക്റ്റഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാടുവിന് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടായിട്ട് എത്ര 944.8 crore റുപ്പീസാണ് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI has found one way of handling frauds and mule accounts. അപ്പോൾ നമുക്കത് വായിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ് highlighted the central bank's efforts to combat digital frauds in the financial sector, while also announcing key decisions made by the Monetary Policy Committee. As part of its continued focus on digital security, the RBI introduced an AI or ML based model called a Mule Hunter. Mule Hunter എന്ന പേരിൽ ഒരു AI അല്ലെങ്കിൽ ML ബേസ്ഡ് മോഡലും RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ AITM developed by the Reserve Bank Innovation Hub, a subsidiary of the RBI. AITM ഡെവലപ്പ് ചെയ്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നോവേഷൻ ഹബ്ബാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സബ്സിഡറി ആണത്. ദിസ് ടൂൾ ഇസ് ഡിസൈൻഡ് ടു എഫിഷ്യൻ്റ്ലി ഡിറ്റക്ട് മ്യൂൾ ബാങ്ക് അക്കൗണ്ട്സ്. അപ്പോൾ ഫേക്ക് ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ, മ്യൂൾ ബാങ്ക് അക്കൗണ്ട്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു AITM യൂസ് ചെയ്യുന്നത്. പിന്നെ ബാങ്ക് അക്കൗണ്ട്സ് വിച്ച് ആർ ഓഫൺ യൂസ്ഡ് ഇൻ ഫിനാൻഷ്യൽ ഫ്രോഡ് സ്കീംസ്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അത് പറയേണ്ട ആവശ്യമില്ല, മ്യൂൾ ബാങ്ക് അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്താൻ വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂള് AITM എന്ന് പറയുന്ന ടൂള് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. എ പൈലറ്റ് പ്രോഗ്രാം വിത്ത് 2 മേജർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഹാസ് ഷോൺ പ്രോമിസിങ് റിസൾട്ട്സ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ പർപ്പസിന് വായിച്ചിരിക്കാം. പിന്നെ പറയുന്നത് ദ യൂസ് ഓഫ് മണി മ്യൂൾ അക്കൗണ്ട്സ് റിമെയിൻസ് എ പ്രിവാലന്റ് മെത്തേഡ് ഫോർ ഫ്രോഡ്സ്റ്റേഴ്സ് ടു launder illicit funds. In response, the RBI is hosting a hackathon titled Zero Financial Frauds, which includes a challenge specifically targeting the issue of mule accounts. അപ്പോൾ RBI ഹാസ് ഫൗണ്ട് A1 വേസ് ഓഫ് ഹാൻഡ്ലിംഗ് ഫ്രോഡ് ആൻഡ് മ്യൂൾ അക്കൗണ്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മോണിറ്ററി പോളിസി റിവ്യൂ. RBI കീപ്സ് റേറ്റ്സ് അൺചേഞ്ച്ഡ്, കട്ട്സ് CRR ബൈ 50 basis points to 4%. അപ്പോൾ മോണിറ്ററി പോളിസി റിവ്യൂവിൽ RBI റേറ്റ്സ് ഒക്കെ അൺചേഞ്ച്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ബാക്കി റേറ്റ്സ് ഒക്കെ CRR ക്യാഷ് റിസർവ് റേഷ്യോ ആണ് CRR 50 basis point, അതായത് 0.5% കമ്മിയാക്കിയിട്ട് 4% ആക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4.5% ഉണ്ടായിരുന്നത് 4% ആക്കി ചുരുക്കി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യാസ് 6-member മോണിറ്ററി പോളിസി കമ്മിറ്റി ഇൻ November 2024 ഡിസൈഡഡ് ടു കീപ് ദ പോളിസി റിപ്പോ റേറ്റ് അൺചേഞ്ച്ഡ് അറ്റ് 6.5%. അപ്പോൾ പോളിസി റിപ്പോ റേറ്റ് 6.5% അൺചേഞ്ച്ഡ് ആയിട്ട്, അതായത് ഒരു മാറ്റം വരുത്താണ്ട് നിർത്തിയിരിക്കുകയാണ്. സ്റ്റാറ്റസ് കോ ഫോർ ആൻ 11th straight ടൈം. അപ്പോൾ ഇത് 11 തവണ 11ാമത്തെ സ്ട്രെയിറ്റ് ടൈം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് 11ാമത്തെ മോണിറ്ററി കമ്മിറ്റിയിലാണിത് ഇത് അൺചേഞ്ച്ഡ് ആയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെയിൻറ്റെയിനിങ് എ ന്യൂട്രൽ സ്റ്റാൻസ് even as it reduced the cash reserve ratio by 50 basis points. Cash reserve ratio നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 50 basis points ചുരുക്കിയിട്ട് 4% ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ടു ബൂസ്റ്റ് ലിക്വിഡിറ്റി ഇൻ ദ സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ RBI ലോവേർഡ് ദ 2024-25 ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഗ്രോത്ത് പ്രൊജക്ഷൻ ടു 6.6% ഫ്രം 7.2% ഏർലിയർ. അപ്പോൾ ഇതിനു മുമ്പ് RBI പ്രൊജക്റ്റ് ചെയ്ത് ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് 7.2% ആയിരുന്നു ഇയർ 2024-25 പീരീഡിൽ. അത് കമ്മിയാക്കിയിട്ട് 6.6% ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The inflation projection for this financial year meanwhile was increased by 30 basis points to 4.8%.
അപ്പോൾ എന്താ പറയുന്നത്, ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് 0.3%, 30 ബേസിസ് പോയിൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബേസിസ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.01 ആണ് അതിൻ്റെ ഉദ്ദേശം, 0.01%. അപ്പോൾ 0.01 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 20 ബേസിസ് പോയിൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.20%. അതേപോലെ 100 ബേസിസ് പോയിൻ്റ് ആണ് 100 ബേസിസ് പോയിൻ്റ് ആണ് 1% ആയിരിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ബേസിസ് പോയിൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 30 ബേസിസ് പോയിൻറ്റ്സ് കൂട്ടിയിട്ട് 4.8%ലേക്ക് ആക്കിയിരിക്കുകയാണ് ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ. Repo rate is the rate at which RBI lends money to commercial banks, while a CRR is the proportion of deposits that the banks must keep with the central bank. അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ആവശ്യം വരുമ്പോൾ RBI ലെൻഡ് ചെയ്യും മണി കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്. അപ്പോൾ ആ ബാങ്ക്സ് തിരിച്ചടയ്ക്കുമ്പോൾ പേ ചെയ്യേണ്ട മണിയാണ് ഈ റിപ്പോ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് എ പ്രപ്പോർഷൻ ഓഫ് ദ ഡെപ്പോസിറ്റ് ദാറ്റ് ബാങ്ക്സ് മസ്റ്റ് കീപ് വിത്ത് സെൻട്രൽ ബാങ്ക്. ഒരു പ്രപ്പോർഷൻ ഓഫ് എമൗണ്ട് എല്ലാ ബാങ്ക്സും ആർ ബി ഐയിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ ആ എമൗണ്ടിനെ പറയുന്നതാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. 1 ബേസിസ് പോയിന്റ് ഈസ്, അത് ഞാൻ പറഞ്ഞു തന്നത് തന്നെ 1 ബേസിസ് പോയിന്റ് എന്താണെന്നാണ്. 1 ബേസിസ് പോയിന്റ് ഈസ് ദ 100th of a point. 100th of a percentage point ആണ് 1 ബേസിസ് പോയിന്റ്. അതായത് 0.01% ആണ് 1 ബേസിസ് പോയിന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. SBI കാർഡ് സർപ്പാസസ് മൈൽ സ്റ്റോൺ ഓഫ് 20 million ക്രെഡിറ്റ് കാർഡ്സ് ഇൻ സർക്കുലേഷൻ. അപ്പോൾ SBI കാർഡ് സർപ്പാസ് ചെയ്തിരിക്കുകയാണ്. 20 million ക്രെഡിറ്റ് കാർഡ്സ് ഇൻ സർക്കുലേഷൻ സർപ്പാസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. SBI card on 6th November announced that the number of its credit cards in circulation has surpassed 20 million. According to a press release by SBI card, it achieved the milestone of 20 million credit cards in force, having started its credit card business in 1998. SBI card is the second largest card issuer in the country after private sector lender HDFC Bank. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI allows small finance banks to offer pre-sanctioned credit line on UPI. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്മോൾ ഫിനാൻസ് ബാങ്ക്സിന് അലൗ ചെയ്തിരിക്കുകയാണ് ടു ഓഫർ പ്രീ സാങ്ഷൻഡ് ക്രെഡിറ്റ് ലൈൻ. UPI വഴി ലോൺ പ്രൊവൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് RBI ഇപ്പോൾ അലൗ ചെയ്ത് കൊടുത്തിരിക്കുന്നത് സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിന്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അലൗഡ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ടു ഓഫർ പ്രീ സാങ്ഷൻഡ് ക്രെഡിറ്റ് ലൈൻസ് ത്രൂ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്. Previously, only scheduled commercial banks were allowed to offer pre-sanctioned credit lines on the flagship payments platform. അപ്പോൾ പ്രീവിയസ്ലി ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് മാത്രമാണ് പ്രീ സാങ്ഷൻഡ് ക്രെഡിറ്റ് ലൈൻസ് അതായത് അലൗ ചെയ്ത് കൊടുത്തിരുന്നുള്ളൂ. UPI വഴിയുള്ള പ്രീ സാങ്ഷൻഡ് ക്രെഡിറ്റ് ലൈൻസ് അലൗ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിനും ആ അനുമതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IRDAI അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇഷ്യൂസ് ഷോ കോസ് നോട്ടീസ് ടു സ്റ്റാർ ഹെൽത്ത് ഫോർ വയലേറ്റിംഗ് നോംസ്. അപ്പോൾ ചില മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിൽ വയലേഷൻ ചെയ്തതിൻ്റെ പേരിൽ സ്റ്റാർ ഹെൽത്തിന് ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് ഓൺ ഫ്രൈഡേ സെഡ് ദാറ്റ് ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ has issued a show cause notice on December 4, 2024 for violation of norms based on the general inspection conducted by the regulator for the period from January 31, 2022 to February 11, 2022. അപ്പോൾ ആ ഒരു പീരീഡിനാണ് ഈ ഒരു എന്താ പറയുക ഷോക്കോസ് നോട്ടീസ് ഇപ്പോൾ കൊടുത്തത്. ഈ ഒരു പീരീഡിലത്തെ ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്തതിൻ്റെ ഇതിലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയുന്നത് ദ നോട്ടീസ് ഹാസ് ബീൻ ഇഷ്യൂഡ് ഫോർ ദ വയലേഷൻ ഓഫ് IRDAI ഹെൽത്ത് ഇൻഷുറൻസ് റെഗുലേഷൻസ് 2016
അപ്പോൾ ഏതൊക്കെ റെഗുലേഷൻസ് ആണ് പാലിക്കാത്തതെന്നാണ് പറയുന്നത്? IRDA ഹെൽത്ത് ഇൻഷുറൻസ് റെഗുലേഷൻസ് 2016, പിന്നെ IRDA TPA ഹെൽത്ത് സർവീസ് റെഗുലേഷൻസ് 2016, പിന്നെ IRDA പ്രൊട്ടക്ഷൻ ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് റെഗുലേഷൻസ് 2016. ഇത് പാലിക്കാത്തതിൻ്റെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്. എമംഗ് അതേഴ്സ്, ദ കമ്പനി മസ്റ്റ് പ്രൊവൈഡ് എ റിപ്ലൈ വിത്തിൻ 21 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ നോട്ടീസ് അലോങ് വിത്ത് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI to introduce new benchmark SORR based on secured money markets. അപ്പോൾ RBI ബെഞ്ച്മാർക്ക് SORR ബേസ്ഡ് ഓൺ സെക്യൂർഡ് മണി മാർക്കറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചാൽ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ വായിക്കാം. The Reserve Bank of India has proposed to introduce a new benchmark for the interest rate derivatives market based on secured money markets. Based on the recommendations of the Mumbai Interbank Offer Rate Committee and the feedback received and aligned with the current market dynamics, the RBI has proposed to establish a benchmark derived from secured money markets encompassing both basket repo and tripartite repo. RBI Governor Shaktikanta Das. This benchmark to be known as secured overnight rupee rate will be developed with the support of Financial Benchmarks India Limited, which has been requested to take the proposal forward. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ബെഞ്ച്മാർക്ക് SORR ബേസ്ഡ് ഓൺ സെക്യൂർഡ് മണി മാർക്കറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.